മോർണിംഗ് വാക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ അഗുംബെ ഗ്രാസ് ലാൻഡ് ഫുള്ള് ഞാറപ്പഴം. അല്ല, ചെറുത് പൊട്ടിക്കണ്ട, ഈ വെള്ള കറുപ്പ് മാത്രം പൊട്ടിച്ചാൽ മതി. ഒന്ന് കാണിച്ച വീഡിയോയിൽ. ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പറമ്പിൽ മൊത്തം ഉണ്ടായിരുന്ന സാധനം. ഇതാ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ ഇതുവരെ കഴിച്ചില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച ഫ്രൂട്ട് ഇത്. ഞങ്ങൾ ഞാറപ്പഴം. ഞാവല് വലുത്. ഹരിയേട്ടൻ കഴിച്ചിട്ടില്ല ഇത്? നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇതാണ് ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉള്ളത്. ആ, ഇതാ ഇവിടെ ഒരു വെള്ളം ഉണ്ടോ? ഇതില്ലേ, ഞങ്ങൾ ഓഗസ്റ്റിൽ വരുമല്ലോ, ഒരു മാസം കഴിഞ്ഞാൽ. ഇവിടെ മുള്ളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അതാണ് ഞാറപ്പഴം. ഓ മൈ ഗോഡ്, ഞാനിതൊരു കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് കഴിക്കുന്നത്, എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞാറപ്പഴം? ഞങ്ങളുടെ പ്രോപ്പർട്ടി. ഞങ്ങൾ അടിപൊളി മോർണിംഗ് വാക്കും. സത്യം നല്ല കിടിലൻ ടീമായിരുന്നു. എത്ര പെട്ടെന്ന് ജെല്ലായെന്ന് പറയാം. ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്ന് വൈകുന്നേരത്തെ കുളിയോടുകൂടി ഞങ്ങളുടെ ഫുൾ കെട്ട് കഴിഞ്ഞു പോയി. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഭയങ്കര കംഫർട്ടബിളാണ് എല്ലാവരും. അജിത് ചേച്ചി എങ്ങനെയുണ്ട് നമ്മളെ ടീം? സൂപ്പറായിരുന്നു. അല്ല, ആറപ്പഴത്തിൻ്റെ മധുരം കൂടി ആയപ്പോൾ പൂർണ്ണമായി. അതെ. സജീവേട്ട നമ്മളുടെ ടീമിൽ ലാസ്റ്റ് ഡേ ജോയിൻ ആയ ആളാണ്. എങ്ങനെയുണ്ടായി നമ്മളെ ടീം? നല്ലായിരുന്നു അല്ലേ? പെട്ടെന്ന് ജ്വല്ലായി എല്ലാവരും അല്ലേ? ഒരു ഫാമിലി പോലെ. ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാലേ, ഈ കുറച്ച് ഏജ്ഡ് ആയ ആളുകൾക്ക്, എസ്പെഷ്യലി ലേഡീസിന് ഭയങ്കര കംഫർട്ടല്ലേ. അതാണ് അതിൽ ഏറ്റവും വലിയ രസം. അവർക്ക് ഒറ്റയ്ക്ക് പോകാന്നുള്ളത് ഈസി അല്ല. അതെ, അതും കംഫർട്ടബിൾ ആയിട്ട് പോകുക. അതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി. അതുമാത്രം എൻജോയ് ചെയ്യുന്നു. ഗ്രേറ്റ്. ഡെൻസി ചേച്ചി, ജോസേട്ടൻ വരാത്ത സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നല്ലേ 3 ദിവസം കൊണ്ട് അടിപൊളിയായി നമ്മളെല്ലാവരും. പിന്നെ സൂപ്പർ. അല്ലാതെ എന്താണ്, വളരെ ആക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ട്. പിന്നെ എന്താണ്, മനസ്സിന് ഭയങ്കര സന്തോഷം. എല്ലാവരും ഓരോ ഒറ്റ കുടുംബം പോലെ. ആരും അവരവരുടെ വീടിനെ കുറിച്ചോ മറ്റുള്ളതിനെ കുറിച്ചോ ഒന്നും ഒരു ചിന്ത പോലും ഇല്ല ആർക്കും. ഇപ്പൊ തിരിച്ചു പോകുന്ന ഓർക്കുമ്പോൾ ഓരോരുത്തർക്കൊക്കെ വിഷമം. സൂപ്പർ. ബസ്സിൽ കയറുമ്പോൾ നമുക്കറിയാം എങ്ങനത്തെ ടീമാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ നമ്മൾ ആ കുളിയോടുകൂടി നമ്മൾ മൊത്തം അല്ലേ എല്ലാവരും കുളിക്കാൻ അല്ലേ. സാധാരണ ലേഡീസ് ഒന്നും അങ്ങനെ അങ്ങ് കുളിക്കാനൊന്നും ഇറങ്ങൂല. ലേഡീസ് ശരിക്കും അവർ എത്ര കാലം ഇങ്ങനെ കാത്തിരുന്നു അല്ലേ. ശരിക്കും ഇതിന്റെ ഹസ്ബൻഡ്മാരെ കൊണ്ടുവരണോ, അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഹസ്ബൻഡ്മാരെ അദൃശ്യന്മാരായി കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും ഞാൻ കുറച്ച് റിസർവ് ആവും. അവർ ഫ്രീ ആയിട്ട് നടക്കുമ്പോഴേ ശരിക്കും, കാരണം എന്താ വെച്ചാൽ ഇത് ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് അങ്ങനെ ഉണ്ടോ. അല്ല, നമുക്ക് തന്നെത്താനൊരു ഇത് വരും. ഇപ്പം ഞാൻ പോലും ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊന്നും ഇത്ര ഫ്രീ ആയി ഇടപഴകുകയോ, അത് ഈ കാലങ്ങളായി നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആയതുകൊണ്ട് അത് ഇനി നൂറ്റാണ്ടുകൾ കൊണ്ട് മാറുമായിരിക്കും. അങ്ങനെയല്ല കേട്ടോ, എന്റെ ഫാമിലി കുറച്ച്. അതെ. ഞാനത്ര ഇതാവില്ല, അവര് പക്ഷെ അടിച്ചു കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. നേരെ പോയാൽ മതി, നമ്മൾ എന്തായാലും റോഡിലേക്ക് എത്തും. അല്ല അങ്ങോട്ടല്ല. അപ്പോൾ രാജേച്ചി ലാസ്റ്റ് മിനിറ്റ് മംഗലാപുരത്ത് നിന്ന് ക്യാൻസലേഷൻ സീറ്റിൽ വന്ന് എങ്ങനെയുണ്ടായി നമ്മളെ ടീം? നന്നായിട്ടുണ്ട്. വിചാരിച്ചു ഇങ്ങനെ ഒരു ടീമായിരിക്കുന്നു? ഇല്ല, ടെൻഷൻ ഉണ്ടായിരുന്നു. ആരെയും അറിയില്ല. സ്റ്റേഷനിലെത്തിയിട്ടും ഞാൻ ഇവരെയൊക്കെ കണ്ടതാണ്. എനിക്ക് ആരും അറിയില്ലല്ലോ. ചേച്ചീനെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇപ്പം എല്ലാവരും ഒരേപോലെ എല്ലാവരെയും കൂടെ. ഇനിയും പറ്റുമെങ്കിൽ ഞാൻ വരും. ബാംഗ്ലൂർ എന്നുള്ള ട്രിപ്പാണെങ്കിൽ ഷുവറായിട്ട് ഞാനുണ്ട്. ശ്രീദേവി ചേച്ചി ആദ്യമായിട്ട് പറവയുടെ കൂടെ വരുന്നത്. എങ്ങനെയുണ്ട് നമ്മളുടെ അഗുംബെ യാത്രയും നമ്മുടെ യാത്രാ സംഘവും? ശ്രീദേവി ചേച്ചി ഞങ്ങളുടെ കൂടെ 5:30 എണീറ്റ് മോർണിംഗ് വാക്കിന് വന്നിരിക്കുകയാണ്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്തേ പറ്റുള്ളൂ. എങ്ങനെയുണ്ടായി വിജയേട്ടാ? നമ്മുടെ ടീമിന്റെ പ്രത്യേകതയാണ്. ഒരു മദ്യപാനോ ഒരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ പോലും അത്
പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തത് കൊണ്ടല്ല, നമ്മളെല്ലാ മനുഷ്യന്മാരും നല്ല മനുഷ്യന്മാരാണ് വന്നത് എന്നുള്ളതാണ്. യെസ്. ചേച്ചിനെ വിളിക്കാൻ മാത്രമായിട്ടില്ല. എങ്ങനെയുണ്ട് വൈഷ്ണവ്, ഞങ്ങളുടെ സൈലന്റ് ഫോട്ടോഗ്രാഫർ? എങ്ങനെയുണ്ട് നമ്മളുടെ ടീമും നമ്മളുടെ ട്രിപ്പും? എനിക്ക് ബോറടിച്ചോ? എൻജോയ് ചെയ്തു. എന്നാലും മതി, റോഡിൽ ഇങ്ങനെ വരിയായിട്ട് നിൽക്കേ.